എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്, ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് വലിയകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ഇതിനു മുമ്പ് മാർബിൾ ഹോംസിലൂടെ ഇതിനകത്തുള്ള വില്ലകൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് നമ്മൾ ഇതിനകത്ത് വില്ലകൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഭംഗിയായിട്ട് ഗേറ്റഡ് വില്ലയിലാണ് ഇത് വരുന്നത്. ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്റ്റ് ആണ്. നമുക്ക് 24 അവേഴ്സും സെക്യൂരിറ്റി സർവീസ് ഉള്ള വില്ല പ്രൊജക്റ്റ് ആണ്. സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിൽ നിന്നും 5.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. വലിയകുളം എന്നാണ് സ്ഥലത്തിന് ആക്ച്വലി പേര് പറയുന്നത്. തൃപ്പൂണിത്തുറ നടക്കാവിലേക്ക് അടുത്തായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ മാർബിൾ ഹോംസിലൂടെ വില്ലകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പല ലാൻഡ് അളവുകളിലും പല റേറ്റുകളും ഒക്കെയാണ് അതിന് വരുന്നത്. നിങ്ങളിൽ പലരും അതിനകത്തുള്ള വീഡിയോകൾ വെച്ച് കമ്പയർ ചെയ്ത് ചോദിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിരുന്ന വീഡിയോയ്ക്ക് റേറ്റ് വേറെയാണല്ലോ. ഡിഫറെന്റ് ആയിട്ടുള്ള റേറ്റുകളാണ്. കാരണം ലാൻഡ് അളവുകളും സ്ക്വയർ ഫീറ്റിലും വ്യത്യാസം വരുന്നത് കൊണ്ടാണ് വീടിന്റെ റേറ്റിലും വ്യത്യാസം വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് 7 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് 3 ബെഡ്റൂമുകളും. അതുകൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ലാൻഡ് അളവിൽ ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഈ റേറ്റിലെ വീടുകൾ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്ററും കാക്കനാട് കളക്ടറേറ്റിലേക്ക് 15 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 20 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 24 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷൻ അടുത്ത് വരുന്നത് തൃപ്പൂണിത്തുറ തന്നെയാണ്, 7.5 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷനും തൃപ്പൂണിത്തുറ തന്നെയാണ്, 7.6 കിലോമീറ്റർ. ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. നീറ്റായിട്ട് ഭംഗിയായിട്ടുമാണ് ടൈലുകൾ വിരിച്ചിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് കടന്ന് നമ്മൾ വരുമ്പോൾ 2 ഫേസ് ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. ഏകദേശം 30-32ഓളം വില്ലകൾ ഈ പ്രൊജക്ടിനകത്ത് വരുന്നുണ്ട്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. വീടിന്റെ എലിവേഷൻ കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടും ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത്. ട്രഡീഷണൽ മോഡലിൽ ഭംഗിയായിട്ടാണ് വില്ലകൾ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ബ്രിക്ക് കൊണ്ടാണ്, നമ്മുടെ ഇപ്പോഴത്തെ സോളിഡ് ബ്രിക്ക് അല്ല വരുന്നത്, ഇഷ്ടിക കൊണ്ട് തന്നെയാണ് വീടുകളെല്ലാം തന്നെ പണിതിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷനൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ട് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മതിലുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അയൺ ബാറുകളുടെ വർക്കുകൾ വരുന്നുണ്ട്. വൈറ്റ് കളറും യെല്ലോ കളറുമാണ് പെയിന്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ നോക്കുമ്പോൾ ഭംഗിയായിട്ട് ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്തൊക്കെ ഓടുകളൊക്കെ പാകിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മളെ ആ ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു ഭാഗം തന്നെ നല്ല എ ഷേപ്പിൽ ട്രഡീഷണൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് 2 സൈഡിലേക്കും ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് മുറ്റം കംപ്ലീറ്റ് ആയിട്ട്, ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. പില്ലറുകൾ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. വലിയൊരു വരാന്തയും അതുപോലെ തന്നെ ഈ ഒരു കാർ പോർച്ചിന്റെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള പില്ലറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാം. കാർ ഒരു വലിയ കാറാണെങ്കിൽ പോലും ഫുൾ അത് കവർ ചെയ്യുന്ന രീതിയിലാണ് വലിയൊരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാർ പോർച്ചിന്റെ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് പോർച്ചിന്റെ സൈഡിലൂടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ബാക്ക് സൈഡ് വരെ ഇതുപോലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു വീടായി കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ മരങ്ങൾ നടാൻ, ഒരു കറിവേപ്പ് നടാനൊക്കെ ആയിട്ട് സ്ഥലം അന്വേഷിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയ ഒരു ലൊക്കേഷനാണ്. 7 സെന്റ് സ്ഥലത്ത് ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഭാഗത്ത് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക്, അതായത് മതിലിന്റെ സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെടികളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KWയുടെ വാട്ടർ കണക്ഷൻ ആണ്. 4000ഓളം ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള വലിയ ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെള്ളത്തിന് ഇന്ന് വരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ടൈൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കുറച്ച് മണ്ണാണ്. അതായത് നമുക്കൊരു വേസ്റ്റ് വീട്ടിൽ വരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ധാരാളം സ്പേസ് ആണ് ഇവിടെ എല്ലാം തന്നെ കിട്ടുന്നത്.
വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണ് തന്നെയാണ്. അത്യാവശ്യത്തിനുള്ള മരങ്ങൾ നിൽക്കുന്ന പ്ലാവ് നിൽക്കുന്നുണ്ട്, വാഴ, മുരിങ്ങ അതുപോലുള്ള മരങ്ങളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഒരു തെങ്ങൊക്കെ വെക്കാനുള്ള സ്പേസ് തന്നെ ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് വേസ്റ്റ് നമുക്ക് ഡംപ് ചെയ്യാനായിട്ട് റിങ് ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ മരങ്ങളുടെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് ഇടാനും ഒക്കെ ആയിട്ട് നല്ല സൗകര്യമാണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സിറ്റ് ഔട്ട് എന്നുള്ളത് നമുക്ക് ചെറിയൊരു കാഴ്ചയിൽ തീർന്നതല്ല, വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിന് കിട്ടുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക ഷേപ്പിൽ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. സിറ്റ് ഔട്ടിന് രണ്ട് ഭാഗത്ത് ഇതുപോലെ പില്ലറുകൾ വരുന്നുണ്ട്. രണ്ട് സൈഡിലുണ്ട് നമുക്കൊരു ചാരു ബെഞ്ച് മോഡൽ ഇരിക്കാനായിട്ട് ഇവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം തന്നെ സിറ്റ് ഔട്ട് കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. വലിയൊരു വരാന്ത പോലെയാണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത്. ഈ കാണുന്ന പില്ലറുകളൊക്കെ തന്നെയാണ് ഈ ഒരു വീടിന് ഹൈലൈറ്റ്. ഈ ഒരു ഭാഗം വരെ നമുക്ക് ഇതിന്റെ ഏരിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. വീടിന്റെ മെയിൻ ഡോർ ഇതാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ രണ്ട് പാളിയിലാണ് നമുക്ക് രണ്ട് സൈഡിലേക്കും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന വീടുകൾ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വലിയൊരു ലിവിംഗ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 13.5 അടി നീളവും 10.5 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ള 4 വിൻഡോസ് വന്നിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടി വി വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് വോള് കിട്ടുന്നത്. നമുക്ക് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൾട്ടിവുഡ് കൊണ്ട് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗത്തൊക്കെ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാൻ ഫിറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ ആയിട്ട് തന്നെയാണ് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സിലെല്ലാം തന്നെ ടൈലാണ് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ പണിയുന്ന വീടുകളിൽ ഇത്രയും നീളമുള്ള സ്റ്റെപ്പുകൾ, ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കിട്ടാറില്ല. ഏകദേശം ഇതിന്റെ 3/4 ഭാഗത്തോളമാണ് സ്റ്റെപ്പുകൾ വരാറുള്ളത്. നല്ല നീളത്തിലുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് സ്റ്റെപ്പിന്റെ താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴെ സ്റ്റെപ്പിന്റെ താഴെ നമുക്ക് പവർ പോയിന്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ടോയ്ലറ്റ് ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ട് ഗസ്റ്റ് വരുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗിക്കാവുന്നതാണ്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. 8 or 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിനായിട്ട് നമുക്ക് കിട്ടുന്നത്. 15 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വിൻഡോസ് ആണ് കോർണർ ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല ലെങ്തി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദ്വെയറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ ഒരു മിറർ വരുന്നുണ്ട്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. റൂഫില് ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. റൂമിന്റെ ഓരോ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടുള്ള ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചണിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് എൻട്രൻസ് വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ആയിട്ടാണ് ഡോർ വരുന്നത്. നല്ല സൗകര്യത്തോടു കൂടിയ കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 6 or 7 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. വലിയൊരു സ്ലാബ് തന്നെ കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലെല്ലാം വൈറ്റ് ടൈലാണ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും കൊടുക്കുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഗ്ലാസ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഡോറുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ ആണെങ്കിൽ സ്ലൈഡിംഗ് മോഡലിലൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കബോർഡുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോർ റൂം ആയിട്ട് കൂടെ ഉപയോഗിക്കാം. അപ്പൊ കുറച്ചും കൂടെ സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് പൈപ്പ് കണക്ഷൻ, വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം വരുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ബാക്ക് സൈഡിലുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ ആ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു മുറ്റത്തേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമുക്ക് ഇതൊരു 3 ബെഡ്റൂമിന്റെ വീടാണെന്ന് പറഞ്ഞിരുന്നു. താഴെ ആയിട്ടാണ് 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 1ാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്.
ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വലിയ വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂമിൽ നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് റൂഫിൽ പ്ലെയിൻ ആയിട്ടാണ് ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് നല്ലൊരു ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ഫാമിലി കോട്ട് ഇട്ടാൽ പോലും അഡീഷണൽ ആയിട്ട് കബോർഡുകൾ വെക്കണമെങ്കിൽ, അലമാരകളൊക്കെ വെക്കണമെങ്കിൽ, ഡ്രസ്സിംഗ് ടേബിൾ വെക്കണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസ് ആണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് റെഡിമെയ്ഡ് സാധനങ്ങൾ വെക്കണമെങ്കിലും ഇവിടെ ചെയ്യണമെങ്കിലും ഒക്കെ നല്ല സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂമിനകത്ത് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഗ്രിപ്പുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ലൈറ്റ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് ആദ്യത്തെ ഈ ഒരു ലാൻഡിങ്ങിൽ നിൽക്കുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് 2 വിൻഡോസുമാണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് തന്നെ വലിയൊരു ഹാളിലാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ടി വി വെക്കാനായിട്ടുള്ള പവർ പ്ലഗുകളും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് 6 വിൻഡോസ് വരുന്നത്. കോർണർ ഭാഗത്ത് നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോലാമ്പുകൾ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ 2 ഫാൻ ഫിറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. മെയിനുള്ള സെന്ററിലുള്ള 2 വിൻഡോസ് ഡോറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാവുന്നതാണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ 3 വിൻഡോസും ആ ഭാഗത്ത് 2 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. എയർ കണ്ടീഷൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളർ ടൈലാണ് ബാത്റൂമിന്റെ അകത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. കോർണർ പോർഷനുകളിലൊക്കെ നോക്കിയാൽ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഡിസൈൻ കൂടി വരുന്നുണ്ട്. നമുക്കിവിടെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റിക്ക് ആയിട്ടുള്ള ഗീസർ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂം വരുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്ന അളവ്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് വരുന്നുണ്ട്. ലൈറ്റുകളും ഫാൻ ഫിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് 3 വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ഡിസൈനിൽ വരുന്ന നല്ലൊരു ടൈല് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ വില്ലയുടെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് വലിയകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും വെറും 5.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. കാക്കനാട്, കളക്ടറേറ്റ്, ഇടപ്പള്ളി, ആലുവ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് എത്താം. മെട്രോ സ്റ്റേഷന് നമുക്ക് ഏകദേശം ഒരു 7 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലേക്കും ഈസി ആയിട്ട് എത്താവുന്നതാണ്. 30ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. എല്ലാ വില്ലകളും ഒരേപോലെ ഭംഗിയായിട്ട് ട്രഡീഷണൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 33ഓളം വില്ലകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത്. 24 അവർ സെക്യൂരിറ്റി സർവീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കോമൺ ഏരിയകളെല്ലാം ക്ലീനിങ് കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുമാണ് ഇവിടുത്തെ കോമൺ ഏരിയാസ് എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. CCTV ഫെസിലിറ്റി കോമൺ ഏരിയാസ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 7 സെന്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു കോമൺ ബാത്റൂം കൂടി നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. 7 സെന്റ് ഓഫ് ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു വില്ലയാണ്. ലുക്ക് തന്നെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ടാണ് വില്ലകളുടെ എലിവേഷൻ വരുന്നത്. ഓണർ ചോദിക്കുന്ന പ്രൈസ് 82 ലക്ഷം രൂപയാണ്. 82 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ അത് ഞങ്ങൾ ഈ ഒരു വീടിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീട് സ്വന്തമാക്കാനുള്ള അവസരം നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.